ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ഉഴുന്ന് വടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഈ ഉഴുന്ന് എല്ലാം പൊതിർന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുറച്ച് ഉള്ളി എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ജാറിലിട്ടിട്ട് വേണം ഇതൊന്ന് അരച്ചിട്ടെടുക്കാൻ. ഈ കുഞ്ഞ് ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് അരക്കണം, ഇല്ലെങ്കിൽ പിന്നെ വെള്ളമായി പോവും. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഞാൻ അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അരച്ചെടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാനൊരു കാന്താരി ഇട്ടതാണ്, ഒരു എരിവിൻ്റെ ഒരു രുചിക്ക്. പച്ചമുളകുടെ വേറെ ഉണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരക്കുന്നത്. അപ്പം എന്നാൽ പിന്നെ ഉപ്പും കൂടി ഉണ്ടാവുമല്ലോ അതിന് അരച്ച് വെച്ചതിന്, പിന്നെ വേറെ ഉപ്പൊന്നും ചേർക്കണ്ടല്ലോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് കാണാം. ഹലോ ഗൈസ്, ഞാനിതാ ഉഴുന്നെല്ലാം അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിന്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് പച്ചമുളക് ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഞാൻ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇടുന്നുണ്ട്. ഉള്ളിയും കറിവേപ്പിലയും. കറിവേപ്പില കുറച്ചേ ഉള്ളൂ ഗൈസ്, ഒരു മരുന്നിന് പോലെയേ ഉള്ളൂ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് കുഴക്കാം. കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളക് ഇടക്കിടക്ക് ഉഴുന്ന് വടയെന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. അടിപൊളിയായിട്ടെല്ലാം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഉരുളകളാക്കി പൊരിച്ച് എണ്ണയിലേക്ക് വറുത്ത് കോരണം. ഒന്നിക്കിൽ വെള്ളം തൊടുക, അല്ലെങ്കിൽ കുറച്ച് എണ്ണ തൊടുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉരുണ്ട് വന്നോളും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഒന്ന് വെള്ളത്തിലൊന്ന് കൈവിട്ടുക. അപ്പോൾ കണ്ട, വെള്ളത്തിൽ കൈവിട്ടുമ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് കണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ നടുവിൽ ആകുമ്പോൾ കണ്ട അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട. അപ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നാക്കിയിട്ട് എടുത്തിട്ട് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരുന്നത് കാണിച്ചു തരാം. ഒന്ന് വെള്ളം തൊട്ടാക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിക്കോളും ഗൈസ്. ഇതാണ് ഉഴുന്നെല്ലാം അരച്ചെല്ലാം റെഡിയാക്കി നല്ല കണ്ടീഷനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്ത് കോരാനുള്ള സംവിധാനം ചെയ്യാം. ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് റെഡിയാക്കാം. എന്നിട്ട് കണ്ടാലോ, അതല്ലേ നല്ലത്. അപ്പോൾ ഗൈസ്, ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ വെളിച്ചെണ്ണ കായട്ടെ. എന്നിട്ട് നമുക്ക് വടക്കുള്ള തയ്യാറെടുപ്പ് നടത്താം. ഓരോരോ വടയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഗൈസ്, ഞാൻ ഉഴുന്ന് വടക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, അപ്പോൾ
അപ്പോൾ ഇതൊന്ന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കാഞ്ഞ പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. മക്കളെ നിങ്ങളെന്തിനാ കരയുന്നത്? അപ്പോൾ ഞാനിതൊന്ന് മറച്ചിടട്ടെ ഗൈസ്. ആയോ നോക്കിയിട്ട്. ഒരുപാടമായി. അപ്പോൾ തിരിച്ച് മറ്റേ ഭാഗം ഇട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം ഇട്ടിട്ട് കാണാം. നല്ലോണം ചോന്ന് വരുമ്പം നമുക്ക് വാങ്ങാം. ഓരോന്നോരോന്ന് മാത്രമേ ഈ ചീനിച്ചട്ടിയിൽ ഇടാൻ പറ്റും ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് ചുട്ട് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ടല്ലോ. ഇതായില്ല, കുറച്ചും കൂടി കളറ് വരാനുണ്ട് ഗൈസ്. എന്നാലേ ഇതാവും. എന്നിട്ട് ഞാൻ വാങ്ങാം. ഹലോ ഗൈസ്, ഇപ്പം ഞാൻ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഉഴുന്നുവടിയായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. നല്ല സൂപ്പറാണ്. കാണുന്നുണ്ടല്ലോ, കാണാൻ തന്നെ സൂപ്പറാണ്. അപ്പോൾ ഇനി കഴിക്കാൻ എന്താവുമെന്ന് അറിയില്ല. കഴിച്ച് നോക്കിയിട്ട് പറയാം. സൂപ്പർ ഉഴുന്നുവടിയാണ് ഏതായാലും. അടിപൊളി. എണ്ണയിൽ നിന്ന് അങ്ങനെ തട്ടിക്കടിക്കുന്നുണ്ട് കറി. സൂപ്പർ ഉഴുന്നുവട. നല്ല അപ്പം ഞാനിതൊന്ന് വാങ്ങിയിട്ട് വെച്ച് നോക്കട്ടെ. എന്നിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ഇനി അടുത്ത് ഇടാം നമുക്ക്. അപ്പോൾ അടുത്ത ഉഴുന്നുവട ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഗൈസ്. നല്ല അടിപൊളി ഉഴുന്നുവടയായിട്ട് ഇട്ട് ആദ്യം ഒന്ന് കൈ വെള്ളത്തിൽ കെട്ടി എന്നിട്ട് ഉരുട്ടിയെടുക്കുക. കൈയിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമാക്കുക. എന്നിട്ട് വീണ്ടും അടിപൊളി. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കും. അപ്പം നല്ല കണ്ടീഷനായിട്ട് ആയി വന്നു. കണ്ട നല്ല ഷേപ്പിൽ വന്നില്ലേ. അപ്പോൾ ഇനി ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തും കൂടി അടയിടാം. ഇതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അങ്ങനെ ഈ 2 എണ്ണമായി ഇപ്പം ഞാൻ ചൂടുന്നു. ഓരോന്ന് മാത്രമായിരുന്നു ചുട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഈ 2 എണ്ണം എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ എല്ലാം ചുട്ട് വെച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇത്രയേ ഞാൻ ചുട്ടിനുള്ളൂ. കുറച്ചും കൂടി ഉണ്ട് ചുടാൻ. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ് എല്ലാം ചുട്ട് റെഡിയായി. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഉഴുന്നുവടകളെല്ലാം ഞാൻ ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കുറച്ച് മാത്രമേ ഞാൻ ഉഴുന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ഇത്രയാണ് ആയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം പൊന്തി വന്നിട്ടുണ്ട്. സൂപ്പറായിട്ട്. അപ്പോൾ ഇത് അതിലേക്ക് വാങ്ങിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം.
ഓഫാക്കാൻ നോക്കാം. അപ്പോൾ ഇതും കൂടി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫാക്കട്ടെ. ആയിക്കൊണ്ടിരുന്നിട്ടുണ്ട്. വാങ്ങുന്നുണ്ട് ഞാനിത്. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണിത്. എല്ലാവർക്കും എൻ്റെ ഉഴുന്നുവട ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.